ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കിയ പാകിസ്ഥാനെ തീർക്കാനൊരുങ്ങുകയാണ് താലിബാൻ. താലിബാന്റെ വമ്പൻ ആക്രമണം പാകിസ്ഥാനിലേക്ക് വെടിനിർത്തൽ കരാറുകളെയൊക്കെ ലംഘിച്ച് അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാർക്ക് നേരെ ബോംബാക്രമണം നടത്തിയ വ്യോമാക്രമണം നടത്തിയ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഒരുങ്ങുകയാണ് താലിബാൻ സേന. കഴിഞ്ഞ ദിവസമാണ് അഫ്ഗാനിസ്ഥാന്റെ ജനനിബിഡമായ കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാന്റെ ബോംബാക്രമണം ഉണ്ടായത്. സ്വന്തം ജനതയ്ക്ക് നേരെ പോലും ബോംബും ഷെല്ലുകളും മോർട്ടാറുകളും വെടിക്കോപ്പുകളും ഒക്കെ ഉപയോഗിക്കുന്ന പാകിസ്ഥാന് സാധാരണ ജനതയെ കൊന്നൊടുക്കുന്നതിൽ ഒരു മനസ്താപവുമില്ല, ഒരു പശ്ചാത്താപവുമില്ല. ആ പാകിസ്ഥാന്റെ ക്രൂരതയുടെ നേർക്കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാർക്ക് നേരെ, ജനങ്ങൾക്ക് നേരെ, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ, എന്തിനേറെ പറയുന്നു, അഫ്ഗാനിസ്ഥാനിലെ ക്രിക്കറ്റ് താരങ്ങൾക്ക് നേരെ പോലും ആ പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായി. ഇതിൽ വലിയ പ്രതിഷേധമാണ് ലോകത്തുയരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരിക്കൽ കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറാണ് ഇന്ത്യക്കെതിരെ വലിയ വെല്ലുവിളി നടത്തിയത്. ആവശ്യമെങ്കിൽ ഇന്ത്യക്ക് നേരെ ആണവായുധം പ്രയോഗിക്കുന്ന കാര്യം തങ്ങൾ പരിഗണിക്കും, യാതൊരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും ഇന്ത്യക്കെതിരെ ഉണ്ടാകില്ല. ഇതാണ് അസീം മുനീറിന്റെ വാക്കുകൾ. അസീം മുനീർ ഒന്ന് ചിന്തിക്കേണ്ടത്, ഇന്ത്യ പോലെ രാജ്യത്തിന്റെ രോമത്തിൽ തൊടാൻ പാകിസ്ഥാൻ എന്ന രാജ്യത്തിനും പാകിസ്ഥാന്റെ സൈന്യത്തിനും കഴിയില്ല. കാരണം ഒളിച്ചു നിന്നും രാത്രിയുടെ മറവിലുമൊക്കെ തീവ്രവാദം നടത്താനും തീവ്രവാദി ആക്രമണം നടത്താനും ഭീകരവാദം നടത്താനും ചിലപ്പോൾ പാകിസ്ഥാന് കഴിഞ്ഞെന്ന് വരും. എന്നാൽ ആണുങ്ങളെപ്പോലെ നേർക്ക് നേർ നിന്ന് പോരാടാനും ഇന്ത്യക്കെതിരെ കൃത്യമായൊരു യുദ്ധം നടത്താനും പാകിസ്ഥാന് ഒരിക്കലും കഴിയില്ല. ഇന്ത്യക്കെതിരെ യുദ്ധം ആരംഭിച്ചാൽ 24 മണിക്കൂർ പാകിസ്ഥാൻ തികയ്ക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കൃത്യമായി പാകിസ്ഥാനും അറിയാം. നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ മുന്നിലുണ്ട്. എന്തായിരുന്നു? പഹൽഗാമിലെ സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള വിനോദസഞ്ചാരികളെ കൊന്നു തള്ളിയതാണ് പാകിസ്ഥാന്റെ ഭീകരന്മാർ. ആ ഭീകരന്മാർക്ക് ട്രെയിനിങ് കൊടുത്തതോ പാകിസ്ഥാൻ സേന. പാകിസ്ഥാൻ സേന ട്രെയിനിങ് കൊടുക്കുകയും ഇന്ത്യൻ അതിർത്തികളിലേക്ക് കടത്തിവിടുകയും ചെയ്ത് ഇന്ത്യക്കുള്ളിൽ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിന് ഇന്ത്യ കൊടുത്ത മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. എന്തായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഫലം? ഇന്ത്യ പാകിസ്ഥാന്റെ ഉള്ളിലുള്ള 9 ഭീകര കേന്ദ്രങ്ങളെ തകർത്തു. ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി. മസൂദ് അസർ എന്ന് പറയുന്ന കൊടും ക്രിമിനൽ, കൊടും ഭീകരൻ, ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ, ആ മസൂദ് അസറിനെയും അസറിന്റെ കുടുംബത്തെയും തീർത്തു. അങ്ങനെ പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഒരു ആയുധം പോലും ഉയർത്താൻ പോലും കഴിഞ്ഞില്ല. പേരുകെട്ട പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം അത് താറുമാറായി. പാകിസ്ഥാന്റെ 11 വിമാനത്താവളങ്ങളിലെ റൺവേകൾ തകർത്തു. പാകിസ്ഥാന്റെ വ്യോമസേനയുടെ പക്കലുള്ള ഒരൊറ്റ വിമാനം ഉയർത്താൻ അന്ന് കഴിയുമായിരുന്നില്ല പാകിസ്ഥാന്. ഇതാണ് ഇന്ത്യ കൊടുത്ത പണി. ഇതാണ് ഇന്ത്യയുടെ ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ തുടക്കത്തിൽ വളരെ ചെറിയ രീതിയിലുള്ള ആക്രമണം മാത്രമാണ് ഇന്ത്യ നടത്തിയത്. ഒടുവിൽ ഇന്ത്യയുടെ വജ്രായുധമായ ബ്രഹ്മോസ് പുറത്തെടുത്തു. 2 ബ്രഹ്മോസ് മാത്രമേ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് തൊടുത്തതുള്ളൂ. ഒന്ന് ഇസ്ലാമാബാദിനെ ലക്ഷ്യമിട്ട്, മറ്റൊരു ഭീകര കേന്ദ്രത്തിലേക്ക്. 2ാമത്തെ ബ്രഹ്മോസ് പതിച്ചപ്പോൾ തന്നെ പാകിസ്ഥാൻ കൈകൂപ്പി അമേരിക്കയ്ക്ക് മുന്നിൽ എങ്ങനെയെങ്കിലും ഈ വെടിനിർത്തൽ സാധ്യമാക്കി തരണം. ഇനിയും ബ്രഹ്മോസ് കൈകൊണ്ട് തൊടാൻ ഇന്ത്യ അനുവദിക്കരുത്. ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം ഞങ്ങളെ തകർക്കും, ഞങ്ങളുടെ ലോകം അവസാനിപ്പിക്കും, ഞങ്ങളുടെ രാജ്യത്ത് തകർക്കും. ഇതായിരുന്നു പാകിസ്ഥാന്റെ നിലവിളി. ഈ നിലവിളിച്ച പാകിസ്ഥാനാണ് ഇപ്പോൾ ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത്. എന്നിട്ടോ നൂറുകണക്കിന് പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യ സൈന്യം വധിച്ചു. എവിടെ? ഈ അതിർത്തി പോസ്റ്റുകളിൽ, ഈ അതിർത്തി പോസ്റ്റുകളിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തികളിൽ ഇന്ത്യ നടത്തിയ കരയാക്രമണത്തിൽ നൂറുകണക്കിന് പാകിസ്ഥാൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. എന്നിട്ടോ ഐക്യരാഷ്ട്രസഭയിലടക്കം പാകിസ്ഥാൻ പറഞ്ഞെന്താണ്? ഇന്ത്യയുടെ 6 റഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു. ഇന്ത്യക്ക് വലിയ നഷ്ടമുണ്ടാക്കി. ഇന്ത്യയുടെ രോമത്തിൽ തൊടാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ തെളിവ് സഹിതം പറഞ്ഞു പാകിസ്ഥാന്റെ ഏതൊക്കെ സൈനിക കേന്ദ്രങ്ങൾ, ഏതൊക്കെ വ്യോമസേന കേന്ദ്രങ്ങൾ ആക്രമിച്ചു, എത്ര F-25 ഫൈറ്റർ ജെറ്റുകളെ ഇന്ത്യ തകർത്തു, ഇന്ത്യ ആക്രമിച്ച് തകർത്ത സ്ഥലങ്ങളുടെ ദൃശ്യങ്ങൾ, ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ, ഇതെല്ലാം ഇന്ത്യ ലോകത്തിന് മുന്നിൽ കാട്ടി. ഇന്ത്യ പറയുന്നത് കള്ളമല്ല, സത്യമാണ്. പാകിസ്ഥാൻ പെരും നുണ പറയുകയാണ്, പച്ചക്കള്ളം പറയുകയാണെന്ന് ഇന്ത്യ സ്ഥാപിച്ചെടുത്തു. അതിന് പിന്നാലെ
ഇന്ത്യയിലേക്ക് താലിബാന്റെ വിദേശകാര്യമന്ത്രി എത്തുന്നു. പിന്നാലെ താലിബാൻ പാകിസ്ഥാൻ ആക്രമണം തുടരുന്നു. മര്യാദയ്ക്കിരുന്ന താലിബാനെ ചൊറിഞ്ഞ പാകിസ്ഥാന്റെ ഉള്ളിൽ കയറി വെടിപൊട്ടിച്ചു താലിബാൻ. അതിർത്തികളിൽ നിന്ന് പാകിസ്ഥാൻ സേനയെ തുരത്തി ഓടിച്ചു നിരന്തരമായി താലിബാൻ സേന. ഭയം കൊണ്ട് ഓടുന്ന പാകിസ്ഥാൻ സേന അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാർക്ക് നേരെ, ജനങ്ങൾക്ക് നേരെ, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ, എന്തിനേറെ പറയുന്നു അഫ്ഗാനിസ്ഥാനിലെ ക്രിക്കറ്റ് താരങ്ങൾക്ക് നേരെ പോലും ആ പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായി. ഇതിൽ വലിയ പ്രതിഷേധമാണ് ലോകത്തുയരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരിക്കൽ കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. ഒടുവിൽ ഉടുതുണി പോലും ഉരിഞ്ഞിട്ടോടുന്ന പാകിസ്ഥാൻ സേനയുടെ ദൃശ്യങ്ങൾ ലോകത്തിന് മുന്നിൽ വൈറലായി. പാകിസ്ഥാൻ സൈനികരുടെ പാൻറ്റുകളും യൂണിഫോമും കാബൂളിലും അഫ്ഗാനിസ്ഥാന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും പ്രദർശിപ്പിച്ചു താലിബാൻ സേന. ഇത്രയും നാണം കെട്ടൊരു കാലഘട്ടം പാകിസ്ഥാന് ഇതിനു മുൻപുണ്ടായിട്ടില്ല. എന്നിട്ടാണ് വീണ്ടും ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത്, ഇന്ത്യക്ക് നേരെ വലിയ ഭീഷണി ഉയർത്തുന്നത്. അസീം മുനീറെ, ഷഹബാസ് ഷെരീഫെ, ഇന്ത്യയുടെ ബ്രഹ്മോസ് 3 മതി പാകിസ്ഥാന്റെ മുക്കും മൂലയും തവിട് പൊടിയാകാൻ. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ ബ്രഹ്മാസ്ത്രമുണ്ട്, ബ്രഹ്മോസ്. പാകിസ്ഥാന്റെ ഏത് മുക്കും മൂലയും ഞങ്ങളുടെ ബ്രഹ്മോസിന് അത് നിഷ്പ്രയാസം എത്താൻ സാധിക്കും. പാകിസ്ഥാന്റെ ഓരോ ഇഞ്ച് സ്ഥലവും ബ്രഹ്മോസിന്റെ ദൂരപരിധിക്കുള്ളിലാണ്. അത് ഓർത്ത് വേണം പാകിസ്ഥാൻ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ. എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ത്യയെ ഇനിയും പ്രകോപിപ്പിച്ചാൽ പാകിസ്ഥാന്റെ നട്ടെല്ല് തകർക്കും ഇന്ത്യ. നിലവിൽ തന്നെ പാകിസ്ഥാൻ തകർന്നടിച്ച് തരിപ്പണമായിരിക്കുന്നു. ആഭ്യന്തര കലാപങ്ങൾ, താലിബാന്റെ ആക്രമണം, ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണം, POKയിലെ കലാപങ്ങൾ, ഇതെല്ലാം നേരിടാൻ കഴിയാതെ ഭ്രാന്തമായ അവസ്ഥയിലെ പാകിസ്ഥാനെ ഇന്ത്യ കൂടി ആക്രമിച്ചാൽ പാകിസ്ഥാൻ എന്നേക്കുമായി ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാകും. പാകിസ്ഥാനെ ഇന്ത്യൻ അതിർത്തി വരെ ആക്രമിക്കുമെന്നാണ് താലിബാന്റെ ഏറ്റവും പുതിയ വെല്ലുവിളി. പാകിസ്ഥാനെ ഇന്ത്യൻ അതിർത്തി വരെ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാക്കുമെന്നാണ് താലിബാന്റെ വെല്ലുവിളി.